ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വൻ നഷ്ടം എന്ന് റിപ്പോർട്ട്. 3.4 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വിവരം എന്നാണ് സൂചന. ഈ പണം സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചില്ല. ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നൽകും. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ മുഴുവൻ കളവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 500-600 പേര് മാക്സിമം ഉണ്ടായിരുന്നതാണ് ആ പരിപാടിക്ക്. 600 പേര് പങ്കെടുക്കാൻ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് 5 കോടി 8 കോടി എന്നൊക്കെ പറയുന്നത് എവിടത്തെ കണക്കാണ്? മുഴുവൻ കളവാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്. അഴിമതിയാണ് ഇതിൻ്റെ അകത്ത് പുറത്ത് നടക്കുന്നത്. അയ്യപ്പൻ്റെ പേരിലും തട്ടിപ്പാണ് നടത്തിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 20 പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഷിജോ കുര്യനാണ് വിവരങ്ങളുമായി ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ഷിജോ, ഈ പണം മുഴുവൻ അത് സ്പോൺസർഷിപ്പിലൂടെ കിട്ടുമെന്നായിരുന്നല്ലോ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ പറഞ്ഞിരുന്നത്. എന്താണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ, ഷിജോ? ഇപ്പോൾ പുറത്തുവരുന്ന വിവരപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3.5 കോടിയോളം രൂപ നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. സ്പെഷ്യൽ കമ്മീഷൻ നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് കോടതിക്ക് മുമ്പാകെ വരികയാണ്. കോടതിക്ക് മുമ്പാകെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നഷ്ടം സംഭവിച്ചു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വരികയും ചെയ്യും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ അറിയിക്കണമെന്ന് കാട്ടി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ സമയം നീട്ടി ചോദിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ മൂന്നാമത്തെ തവണയും ഹൈക്കോടതി ഇടപെടുന്നു, അടിയന്തരമായിട്ട് കണക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ കണക്ക് നൽകാനായിട്ട് ഒരു ദിനം ബാക്കി നിൽക്കെയാണ് ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ ഓഡിറ്റ് നടത്തി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് വിവരങ്ങൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം നമുക്ക് ലഭിക്കുന്ന വിവരം അതിനകത്ത് ഏതാണ്ട് 3.40 കോടി രൂപയുടെ നഷ്ടം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. അതായത് ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ 1 രൂപ പോലും ചിലവാക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അക്കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മന്ത്രി വി എൻ വാസവൻ കൂടി ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു തരത്തിലും സർക്കാർ ഇതിനകത്ത് പണം മുടക്കില്ല, അതെല്ലാം സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തും എന്നുള്ളതായിരുന്നു മന്ത്രി വി എൻ വാസവൻ ഓരോ തവണയും ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനകത്ത് സ്പോൺസർഷിപ്പിലൂടെ പണം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം പമ്പയുടെ തീരത്ത് ഏതാണ്ട് ഈ ജർമ്മൻ പന്തലടക്കം നിർമ്മിക്കാനും അതുപോലെ തന്നെ ഇതിന്റെ ഇവന്റ് മാനേജ്മെന്റ് സംഘാടകർക്കും മറ്റ് വന്ന ഗസ്റ്റുകൾക്കും ഒക്കെ താമസവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ നൽകാനും വേണ്ടിയൊക്കെ ആയിട്ട് ഏകദേശം 8 കോടിയോളം രൂപ ചിലവായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് സർക്കാരിൽ തന്നെ ലഭിക്കുന്ന ഒരു വിവരം. അതിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏകദേശം 3.40 കോടി രൂപ ഇതിനകത്ത് സർപ്ലസ് ഫണ്ടിൽ നിന്ന് ഈ പറയുന്ന ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ആ തുക ഈ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് പിന്നാലെ സ്പോൺസർഷിപ്പിലൂടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തിരികെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ആ തുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്പെഷ്യൽ കമ്മീഷൻ നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. അക്കാര്യം തെളിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അക്കാര്യം ഇന്നിപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പാകെ വരികയാണ്. സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ഇനിയകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഉമേഷ്, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.